രാജ്യം പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഡൽഹിയിൽ നിർണായകമായ യോഗം ചേരുകയാണ്. അനൂപ് ദാസ് ചേർന്നുണ്ട്. അനൂപ്, നിർണായകമായ യോഗമാണ് നടക്കുന്നത് രാജ്യ തലസ്ഥാനത്ത്. എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, ഒപ്പം തന്നെ നമ്മുടെ മറ്റു സേനാ വിഭാഗങ്ങളുടെ മേധാവിമാർ എന്നിവരാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്തൊക്കെയാണ് നമ്മുടെ അതിർത്തി പ്രദേശത്ത് നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പലയിടങ്ങളിലും ഉറിയിലും പൂഞ്ചിലും രജോറിയിലും എല്ലാം പാകിസ്ഥാൻ ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. ആ മേഖലയിലെ അവസ്ഥ എന്താണ്, നമ്മുടെ പ്രതിരോധ സേന ഇന്നലെ സ്വീകരിച്ച നടപടികൾ എന്താണ്, ഇപ്പോൾ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏതെങ്കിലും നിലയിലുള്ള കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഇടപെടൽ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിരോധ സേനയിലെ പ്രധാനപ്പെട്ട ആളുകൾ, സേനാ മേധാവിമാർ നമ്മുടെ പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയാണിപ്പോൾ കൂടിക്കാഴ്ച, നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്തുമുണ്ട്. കാരണം ലാഹോർ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളെ നമ്മൾ ലക്ഷ്യമിട്ടത് കൊണ്ട് തന്നെ ഡൽഹിയിലും സുരക്ഷാ സന്നാഹങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില മേഖലകളിൽ. ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ സജ്ജമാണ്. കൂടുതൽ സൈനികരെ നമുക്ക് പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ നമ്മുടെ പ്രതിരോധം, ഒപ്പം തന്നെ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുക. അതിനുശേഷം സമയം വ്യക്തമായിട്ടില്ല എങ്കിലും വാർത്താ സമ്മേളനത്തിൽ ഇന്നലത്തെ ഇന്ത്യയുടെ പ്രതിരോധം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. ശരി അനൂപ്, എന്തായാലും വളരെ നിർണായകമായ യോഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ, ഇനി എന്തൊക്കെ കാര്യങ്ങളിലേക്ക് രാജ്യം കടക്കുമെന്ന സുപ്രധാനമായ കാര്യങ്ങളിലൊക്കെ വിശദീകരണം ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിന്റെ സമയം ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകും. അക്കാര്യത്തിൽ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തതയും വരും. ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വന്ന പാകിസ്ഥാൻ സൈന്യം അവസാനം തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീർ തടവിൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.